ഇന്നത്തെ ടോപ്പിക് എന്താണ് ആറ്റം? ആറ്റത്തിൽ ഏതൊക്കെ ചാർജുള്ള കണങ്ങളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് ആണ്. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്നാൽ വിഭജിക്കുവാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. എന്നാൽ ഇന്ന് ആറ്റം ഒരു അവിഭാജ്യ കണം അല്ല. ആധുനിക സങ്കല്പമനുസരിച്ച് ആറ്റം അതിസൂക്ഷ്മ കണങ്ങളായ അടിസ്ഥാന കണങ്ങളാൽ നിർമ്മിതമാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയാണ്. ഇവയുടെ ക്രമീകരണ രീതിയിലെ വ്യത്യാസമാണ് വിവിധതരം മൂലകങ്ങൾ ഉണ്ടാകുവാൻ കാരണം. അതിനാൽ ഈ 3 കണങ്ങൾ മൗലിക കണങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ 200-ലേറെ സബ് ആറ്റോമിക് കണങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പോസിട്രോൺ, മീസോൺ, ന്യൂട്രിനോ എന്നിങ്ങനെ ഇവയ്ക്ക് പേരും ഉണ്ട്. ആധുനിക സിദ്ധാന്തപ്രകാരം ക്വാർക്കുകൾ എന്നറിയപ്പെടുന്ന കണങ്ങളാൽ നിർമ്മിതമാണ് ആറ്റത്തിലെ മൗലിക കണങ്ങൾ എല്ലാം. ആറ്റത്തിൻ്റെ അടിസ്ഥാന കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുള്ളത്. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോൺ. 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ J.J. തോംസണാണ് ഇലക്ട്രോണുകൾ കണ്ടെത്തിയത്. തോംസണിൻ്റെ ആറ്റം മാതൃക പ്ലം പുഡിംഗ് മോഡൽ എന്ന് അറിയപ്പെടുന്നു. 1911 ന്യൂസിലാൻഡുകാരനായ ഏണസ്റ്റ് റുദർഫോർഡിൻ്റെ സ്വർണ്ണത്തകിട് പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള ഭാഗമുണ്ടെന്ന് കണ്ടെത്തി. ഈ ഭാഗം ന്യൂക്ലിയസ് എന്ന് വിളിക്കപ്പെട്ടു. ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോണുകൾ. ഒരു മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നാണ് പ്രോട്ടോൺ അറിയപ്പെടുന്നത്. റുദർഫോർഡിൻ്റെ ആറ്റം മാതൃക സൗരയൂഥ മാതൃക എന്ന് അറിയപ്പെടുന്നു. 1932 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജെയിംസ് ചാഡ്വിക് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ചാർജില്ലാത്ത കണങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഇവ ന്യൂട്രോണുകൾ എന്ന് അറിയപ്പെടുന്നു. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമാണ് ന്യൂട്രോൺ. എന്നാൽ ഇതിന് പിണ്ഡം ഉണ്ട്. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമാണ്. ആറ്റോമിക സംഖ്യ അഥവാ ആറ്റോമിക് നമ്പർ എന്നത് പ്രോട്ടോണിൻ്റെ എണ്ണവും ആറ്റോമിക പിണ്ഡം അഥവാ ആറ്റോമിക് മാസ് എന്നത് ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ആകെ എണ്ണവും ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൽ ന്യൂട്രോൺ ഇല്ല.